എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. മാന്ത്രികം ഉണ്ടോ? ഉണ്ട്. പക്ഷെ ഇത് സൂപ്പർ നാച്ചുറൽ അല്ല, സൂപ്പർ സ്റ്റുപ്പിഡ് ആണ്. മാന്ത്രികൻ ക്യാൻഡിൽ കത്തിച്ചാൽ എന്റെ ലൈഫ് ചേഞ്ച് ആകുമോ? ബ്രോ, ഞാൻ ബർത്ത്ഡേയിൽ 18 ക്യാൻഡിൽ കത്തിച്ചു. എന്റെ ലൈഫിൽ ചേഞ്ച് ആയത് കേക്കിന്റെ വെയിറ്റ് മാത്രമാണ്. മാന്ത്രികം ബേസിക്കലി ഭയത്തെ വൈഫൈ ഹോട്ട്സ്പോട്ടാക്കി കണക്ട് ചെയ്യുന്നു. ഏൻഷ്യൻ ടെക്നോളജിയാണ്. സോ വെൽക്കം ബാക്ക് ടു എക്സാം ബ്രോക്കർ പൂച്ച. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഡിഫോൾട്ട് ആൻസർ ആണ് മാന്ത്രികം. എക്സാം ഫെയിൽ മന്ത്രവാദം, ലവ് ഫെയിൽ മന്ത്രവാദം, ഹെയർ ഫോൾ മന്ത്രവാദം, ഗ്യാസ് സിലിണ്ടർ ലീക്ക് മന്ത്രവാദം, ഫോൺ ഹാങ് മന്ത്രവാദം. ബ്രോ, ഫോൺ ഹാങ് ആയത് മന്ത്രവാദമാണെങ്കിൽ എൻ്റെ സാംസങ് ഫോൺ ഭൂതബംഗ്ലാവാണോ? ഓരോ ആപ്പ് തുറക്കുമ്പോഴും ആത്മാക്കൾ പെർമിഷൻ ചോദിക്കൂ. മാന്ത്രികം കൊണ്ട് ആളുകളെ കൺട്രോൾ ചെയ്യാം, പക്ഷെ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മാന്ത്രികം കൊണ്ട് മണി അട്രാക്ട് ചെയ്യാം, എന്നാൽ UPI സെർവർ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. മാന്ത്രികം കൊണ്ട് ഹെൽത്ത് സ്പോയിൽ ചെയ്യാം, എന്നാൽ ഷവർമ സ്പോയിൽ ചെയ്യാൻ പറ്റില്ല. മാന്ത്രികം കൊണ്ട് ലവ് അട്രാക്ട് ചെയ്യാം, എന്നാൽ വാട്സപ്പിന്റെ ലാസ്റ്റ് സീൻ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഇത് മാജിക് അല്ല, ലോജിക്കിന്റെ ഫാന്റസി ഷോ ആണ്. മന്ത്രവാദികൾക്ക് ഒരു കോമൺ ലുക്ക് ഉണ്ട്. ബ്ലാക്ക് ഡ്രസ്, ബ്ലാക്ക് ബിയർഡ്, ബ്ലാക്ക് കാജൽ. മൊത്തത്തിൽ ഇവരുടെ ഔട്ട്ഫിറ്റ് കണ്ടാൽ സ്റ്റൈലും ആത്മവിശ്വാസം വേർപിരിഞ്ഞു പോയ കേസ് പോലെ തോന്നും. അവൻ പറയുന്ന ഡയലോഗ്, നിന്റെ ലൈഫിൽ നെഗറ്റിവിറ്റി ഉണ്ടെന്ന്. ബ്രോ, എൻ്റെ ബാങ്ക് ബാലൻസ് നോക്കിയാൽ തന്നെ നെഗറ്റിവിറ്റി ശരിക്കും കാണാം. നിന്റെ മേൽ ദോഷമുണ്ട്. അതെ, EMI, വീട്ടുവാടക, പെട്രോൾ, അങ്ങനെ ഒരുപാട് ദോഷങ്ങൾ എൻ്റെ മേലുണ്ട്. മാന്ത്രികൻ കണക്ട് പൊട്ടിച്ചു, എനർജി റിലീസായി. അല്ല ബ്രോ, കണക്ട് വാട്ടർ വേസ്റ്റായി. ലെമൺ കട്ട് ചെയ്തു, നെഗറ്റീവ് എനർജി കട്ടായി. അല്ല ബ്രോ, വിറ്റമിൻ C കട്ടായി. മന്ത്രവാദം തലയ്ക്ക് പിടിച്ചവർക്ക് ഒരു കോമൺ സിംറ്റം ഉണ്ട്. അവരുടെ കോമൺ സെൻസ് അപ്രത്യക്ഷമായിരിക്കും. ഇപ്പം നോക്കിക്കോ, ഫോൺ ഹാങ്, ആരോ കൂടോത്രം ചെയ്തു. അല്ല ബ്രോ, 2017 മുതൽ റാമിനെ പീഡിപ്പിച്ചതിനുള്ള കർമ്മബലമാണേ. വൈഫൈ സ്ലോ, വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ട്. അല്ല ബ്രോ, റൗട്ടർ ഫ്രിഡ്ജിന്റെ പിന്നിൽ ഒളിപ്പിച്ചതാണ് കാരണം. ബാറ്ററി ഡ്രെയിനായി, കണ്ണീര് കിട്ടിയെന്നാ തോന്നണം. അല്ല ബ്രോ, 47 ആപ്പും ബാക്ക്ഗ്രൗണ്ടിൽ ഓടുന്നുണ്ടേ, അതുകൊണ്ടാ. കോമൺ ബ്ലർ, ദൃഷ്ടി ദോഷം. അല്ല ബ്രോ, ലെൻസ് മുഴുവൻ ഫിംഗർ പ്രിന്റ് ആണേ. അലാറം മിസ്സായി, വിധി എന്നെ തോൽപ്പിച്ചു. അല്ല ബ്രോ, സ്നൂസ് ബട്ടർ നിന്നേക്കാൾ ഹാർഡ് വർക്കിംഗ് ആണ്. എല്ലാ വീട്ടിലും എന്തിനും ഏതിനും പുറകെ ഓടുന്ന ഒരു ആൻറ്റി ഉണ്ടാകും. കൊച്ചു കരഞ്ഞാൽ മന്ത്രവാദം. ശരിക്കും കൊച്ചു കരയുന്നത് ഡയപ്പർ ഫുള്ളായിട്ടാണ് ആൻറ്റി. ഹസ്ബൻഡ് ദേഷ്യപ്പെട്ടാൽ മന്ത്രവാദം. ഗ്യാസ് സിലിണ്ടർ empty ആണ്. ആൻറ്റി ഫുഡ് ഉണ്ടാക്കി കൊടുക്കാഞ്ഞിട്ടല്ലേ ഹസ്ബൻഡ് ദേഷ്യപ്പെടുന്നേ. ഫോൺ സ്ലോ ആയാൽ മന്ത്രവാദം. സ്റ്റോറേജ് ഫുള്ളാണ് ആൻറ്റി, 800 വാട്സപ്പ് ഫോർവേഡ് കൊടുക്കുന്നുണ്ടല്ലേ. നാട്ടിൻ പുറത്തെ മന്ത്രവാദം എന്നത് നെറ്റ്ഫ്ലിക്സ് ത്രില്ലർ, ഏഷ്യാനെറ്റ് സീരിയൽ, വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നിവ ചേർത്ത് നാട്ടുകാർ ലോ ബഡ്ജറ്റിൽ ഇറക്കിയ സിനിമാറ്റിക് യൂണിവേഴ്സ് മാത്രമാണ്. ആ സിനിമാറ്റിക് യൂണിവേഴ്സ് ചിലപ്പോൾ ദൃശ്യത്തെ തോൽപ്പിക്കുന്ന ത്രില്ലർ എളന്തൂർ മോഡൽ നരബലി അടക്കം വരും. അവിടെ ഒരു കറുത്ത പൂച്ച കടന്നു. ബ്രോ, അത് ക്യാറ്റാണ്, CI ഏജന്റ് അല്ല. അവൻ രാത്രി 12 മണിക്ക് പുറത്തോട്ട് പോയി. ബ്രോ, അവൻ മേ ബി വിശക്കുന്നുണ്ടാവാം, ഫുഡ് വാങ്ങാൻ പോയതായിരിക്കും. അവളുടെ കണ്ണ് ഡേഞ്ചറാണ്. ബേബി, അവൾ ഉറങ്ങിയിട്ട് 2 ദിവസമായി കാണും. മന്ത്രവാദം ശരിക്കും ഫിയർ ബേസ്ഡ് സ്റ്റാർട്ടപ്പ് മാത്രമാണ്, പ്രോഡക്റ്റ് അല്ല. പാനിക് മാർക്കറ്റിംഗ് മാത്രം. പാക്കേജ് 1, നെഗറ്റീവ് എനർജി റിമൂവൽ. ആവശ്യമായ സാധനങ്ങൾ അഗർബത്തി പ്ലസ് ഡ്രാമാറ്റിക് ഫേസ് എക്സ്പ്രഷൻ. പാക്കേജ് 2, എനിമി അറ്റാക്ക്. പ്രൊട്ടക്ഷൻ ബേസിക്കലി അഡൾട്ട് വേർഷൻ ഓഫ് അമ്മേ എന്നെ ആരോ നോക്കുന്നു. പാക്കേജ് 3, ലോജിക് റിമൂവൽ. ഇത് ഫ്രീ ട്രയൽ അല്ല, ലൈഫ് ടൈം മെമ്പർഷിപ്പ് മാത്രമാണ്. ചില മന്ത്രവാദികൾ ലിങ്ക്ഡിനിൽ വെച്ചിരിക്കുന്ന ഡെസിഗ്നേഷൻ എന്നത് സീനിയർ ഫിയർ മാനേജ്മെന്റ് കൺസൾട്ടന്റ് എന്നാണ്. മന്ത്രവാദം ശരിക്കും വർക്ക് ചെയ്തിരുന്നെങ്കിൽ പൊളിറ്റീഷ്യൻസ് എലക്ഷൻ ക്യാമ്പയിൻ ചെയ്യില്ലായിരുന്നല്ലോ. എക്സാം പാസ്സാവാൻ മന്ത്രം മതിയെങ്കിൽ ട്യൂഷൻ സെന്റേഴ്സ് എല്ലാം ക്ഷേത്രമായി കൺവേർട്ട് ചെയ്യില്ലേ. EMI ഒഴിവാക്കാൻ കൂടോത്രം മതിയെങ്കിൽ ബാങ്ക് മാനേജേഴ്സ് എല്ലാം ഹിമാലയത്തിലേക്ക് റീലൊക്കേറ്റ് ചെയ്യത്തില്ലേ. പെട്രോൾ പ്രൈസ് കുറയ്ക്കാൻ മന്ത്രം മതിയെങ്കിൽ നമ്മുടെ നാട്ടിലെ ഓരോ ആൻറ്റിക്കും അങ്കിളിനും നൊബേൽ പ്രൈസ് കിട്ടേണ്ടതല്ലേ.
സയൻസ് പറയുന്നത് ഫിയർ എന്നാൽ ബ്രെയിൻ റിയാക്ഷനാണ്, സ്ട്രെസ് എന്നത് ബോഡി റിയാക്ഷനാണ്, കോയിൻസിഡൻസ് എന്നത് നോർമൽ ആണെന്നാണ്. പക്ഷേ ബ്ലാക്ക് മാജിക് വാട്സപ്പ് യൂണിവേഴ്സിൽ പറയുന്നത് അടുത്ത വീട്ടിലെ ആൻറ്റി നോക്കിയത് കൊണ്ടാണെന്നാണ്. മന്ത്രവാദം എന്നത് ബ്രെയിനിൻ്റെ ബഗ് റിപ്പോർട്ടാണേ. അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ ലോജിക് അടിച്ചു പോകും. 4 മണിക്കൂർ ഉറങ്ങി 9 മണിക്കൂർ ഓവർ തിങ്കും ചെയ്ത് ലക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത് സ്ലീപ്പ് ഷെഡ്യൂൾ കറക്റ്റാക്കുക. പകുതി പ്രശ്നവും പരിഹരിക്കാൻ പറ്റും. പൂജാവിധികൾ അതിലൂടെയായി. മന്ത്രവാദം റിയൽ ആയിരുന്നെങ്കിൽ ഹോസ്പിറ്റൽ മ്യൂസിയം ആയേനെ, ഫാർമസിസ്റ്റ് ആൻറ്റിക്ക് ഷോപ്പിലായേനെ. ബ്രെയിൻ ചോദിക്കും റേഞ്ച് ഉണ്ടോ എവിഡൻസ് ഉണ്ടോ എന്ന്. പക്ഷെ അന്ധവിശ്വാസം പറയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടല്ലോ അത് മതിയെന്ന്. ഭാവി തീരുമാനിക്കുന്നത് മന്ത്രവാദമല്ല, റിയൽ മാജിക് എന്ന് പറയുന്നത് നിന്റെ ഹാർഡ് വർക്കും ലോജിക്കും കറേജും കൺസിസ്റ്റൻസിയും എന്നിവയാണ്. സോ സ്റ്റോപ്പ് ഫിയറിംഗ് ഷാഡോസ്, സ്റ്റാർട്ട് ഫിക്സിംഗ് റിയാലിറ്റി. അന്ധവിശ്വാസങ്ങൾ ഫോളോ ചെയ്യുന്നത് വളരെ എളുപ്പമാണ്, എന്നാൽ യുക്തിസഹമായ ചിന്താഗതികൾ ഫോളോ ചെയ്യുന്നത് വളരെ വളരെ അർത്ഥവത്താണ്. സോ ഇന്ന് നമ്മൾ വിശകലനം ചെയ്ത അന്ധവിശ്വാസം ബ്ലാക്ക് മാജിക് ഹൊറർ ഷോ അഥവാ മന്ത്രവാദം. മന്ത്രവാദം എന്ന അന്ധവിശ്വാസത്തിന്റെ അനന്തരഫലങ്ങൾ എളന്തൂർ നരബലി കേസിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. സോ അതിനെക്കുറിച്ച് ഞാൻ ഇനി വേറൊന്നും പറയണ്ടല്ലോ. സോ ഇതിലും മാരകമായ അന്ധവിശ്വാസമായി എക്സാം ബ്രോക്കർ പൂച്ചയിൽ ഞാനുണ്ടാവും, നിങ്ങളുണ്ടാവണം. സോ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.